ഒരു വക്കീലിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എപ്പോഴാണ് നമ്മൾ വക്കീലിനെ കാണാൻ പോകുന്നത്? കോടതിയുമായിട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങൾ വരുന്നു, ഒന്നിൽ വാദിയായിരിക്കാം അല്ലെങ്കിൽ പ്രതിയായിരിക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും വക്കീലിനെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ വക്കീലിനെ കാണാൻ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, അതാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. 1. നിങ്ങളുടെ കേസിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. സിവിൽ കേസാണോ ക്രിമിനൽ കേസാണോ എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ ഫാമിലി കോടതി ആയിരിക്കും, മെട്രിമോണിയൽ കേസസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ക്രിമിനൽ കേസാണ് എന്നുണ്ടെങ്കിൽ, ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എല്ലാം കുറ്റം ചെയ്യുന്നത് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് IPC പറയുന്ന അല്ലെങ്കിൽ BNSC പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അതെല്ലാം കുറ്റം തന്നെയാണ്. അപ്പോൾ അത് എന്താണ് ഏതാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു കേസിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമീപിക്കുന്ന വക്കീൽ ക്രിമിനൽ ലോയർ ആണോ എന്ന് നോക്കണം. കാരണം എല്ലാം വേറെ വേറെ ലോയേഴ്സാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്, അവർക്കാണ് അത് അപ് ടു ഡേറ്റ് ആയിരിക്കും, അവരുടെ നോളജ് അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ ഒരു വക്കീൽ നിങ്ങൾ സിവിൽ കേസുമായിട്ട് ക്രിമിനൽ കോടതി കേസിൽ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് വരില്ല, ഞാനൊരു ക്രിമിനൽ ലോയർ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് വരില്ല. ചില വക്കീലന്മാരുണ്ട് ഫാമിലി കേസസ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു വക്കീലിനെ നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല. എന്താണ്, സിവിൽ കേസോ അല്ലെങ്കിൽ ക്രിമിനൽ കേസോ വാദിക്കാനായിട്ട് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം എടുത്തൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കേസിൻ്റെ സ്വഭാവം കക്ഷി തന്നെ ആദ്യം നന്നായി വിലയിരുത്തിയതിന് ശേഷം അതുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള വക്കീലിനെ സമീപിക്കാൻ ശ്രദ്ധിക്കുക. 1. രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഒരു വക്കീല് നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരാളായിരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന കാര്യം കൺവിൻസ് ആയിട്ട് തോന്നണം. എല്ലാ വക്കീലന്മാരും കക്ഷികളെ സഹായിക്കാൻ തന്നെയാണ് ഇരിക്കുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല. എങ്കിലും കേസ് കൊടുക്കുന്ന സമയത്ത് കൺവിൻസിങ് ആയിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. 2. ഇനി മൂന്നാമത്തത്, സഫീഷ്യന്റ് ഡോക്യുമെന്റ്സ്. അതായത് നിങ്ങളുടെ കേസ് ജയിപ്പിച്ചെടുക്കാനായിട്ട് വക്കീലിനെ സഹായിക്കുന്ന ഏക വ്യക്തി അത് നിങ്ങൾ തന്നെയാണ്, വേറൊരാൾ വരില്ല. ഓപ്പോസിറ്റ് പാർട്ടി വന്ന് ഡോക്യുമെന്റ്സ് എവിഡൻസും തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കേസ് ജയിപ്പിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയെടുക്കുകയും അതിൻ്റെതായിട്ടുള്ള എവിഡൻസ് വക്കീലിന് കൊടുക്കുകയും ചെയ്യുക.